ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ആലു ടിക്കിയുടെ റെസിപ്പിയാണ്. ആലു ടിക്കി എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ സ്നാക്കാണ്. അത് എൻ്റെ രീതിയിലാണ് ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നത്. പൊട്ടറ്റോ കൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ആലു ടിക്കി ഉണ്ടാക്കാൻ തുടങ്ങാം. ആലു ടിക്കി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ സൈസിലുള്ള 6 ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ കഴുകിയതിന് ശേഷം പ്രഷർ കുക്കറിൽ മുങ്ങാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് ഒരു 6 വിസിൽ വരുന്നവരെ വേവിച്ചെടുത്തതാണിത്. ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് തണുത്തതിന് ശേഷം തൊലി കളഞ്ഞെടുത്താൽ മതി. ഞാനിവിടെ ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞെടുത്തതിന് ശേഷം കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതിന് ശേഷമാണ് ആലു ടിക്കി ഉണ്ടാക്കുന്നത്. അപ്പോൾ ആലു ടിക്കി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ചൂടോടുകൂടി തന്നെ ഉരുളക്കിഴങ്ങ് പൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ആലു ടിക്കിയുടെ ഉൾഭാഗം ഭയങ്കര സോഫ്റ്റായി വഴുവഴുത്ത പോലെ ഇരിക്കും. അപ്പോൾ നമ്മൾ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം പൊടിച്ചെടുക്കുന്നതാണ് നല്ലത്. ഇനി ഉരുളക്കിഴങ്ങ് നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് ഉടച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്കൊരു ഗ്രേറ്ററിൽ വെച്ച് ചീകി എടുത്താലും മതി. ഞാനിവിടെ ഇപ്പോൾ ഇതുപോലെയാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ഒന്നും കൂടെ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാനുള്ളതാണ്. ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാള ചേർക്കുമ്പോഴത്തേക്കും നല്ല നൈസായിട്ട് തന്നെ അരിഞ്ഞ് ചേർക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും പുതിനയില ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും പുതിനയിലയൊക്കെ ചേർക്കുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും ആലു ടിക്കിക്ക്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 2-3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകെല്ലാം നിങ്ങളുടെ എരിവിൻ്റെ പാകത്തിനനുസരിച്ച് ചേർക്കാം. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ പച്ചമുളക് അധികം ചേർക്കണമെന്നില്ല. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കാശ്മീരി ചില്ലിപ്പൊടി ആകുമ്പോഴത്തേക്കും ആലു ടിക്കിക്ക് ഒരു നല്ല കളറും കിട്ടും, അധികം എരിവും കാണില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/2 ടീസ്പൂൺ ചാട്ട് മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മസാല എല്ലാം നിങ്ങളുടെ ടേസ്റ്റിന് പാകത്തിന് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചാട്ട് മസാലയൊക്കെ ചേർക്കുമ്പോഴത്തേക്കും ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിന്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അരിപ്പൊടിയാണ്. ഞാനൊരു പുട്ടിൻ്റെ പൊടിയാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു 5 ടേബിൾ സ്പൂൺ പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പകരമായിട്ട് നമുക്ക് കോൺഫ്ലവറോ അതുപോലെ തന്നെ ബ്രെഡ് പൊടിയോ ഒക്കെ ചേർത്ത് കൊടുക്കാം. പക്ഷേ അരിപ്പൊടി ചേർക്കുമ്പോഴത്തേക്കും ആലു ടിക്കി നല്ല ക്രിസ്പി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും കിട്ടും നമുക്ക്. ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാം കൂടെ യോജിപ്പിക്കാം. ഈ സമയത്ത് ഉരുളക്കിഴങ്ങൊക്കെ നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. ഇപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. നാരങ്ങ നീര് ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കയ്യിൽ വെച്ചത് നീളത്തിൽ ഉരുട്ടിയെടുക്കുക. ഇനി ഇതിൽ നിന്ന് കുറേശ്ശെ ചെറിയ ഉരുളകളായിട്ട് കയ്യിൽ വെച്ച് ഉരുട്ടി കയ്യിൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം ഇത് കയ്യിൽ വെച്ചൊന്ന് നന്നായിട്ട് പരത്തി നമ്മൾ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുന്ന അതേ ഷേപ്പിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം. ഞാനിവിടെ ഈ ഷേപ്പിൽ ഈ സൈസിലാണ് ഉരുട്ടിയെടുത്തിരിക്കുന്നത്. നമുക്കിത് വറുത്തെടുക്കണം. അപ്പം ഞാൻ പറഞ്ഞ മെഷർമെൻറ്റിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു 9 ആലു ടിക്കി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആലു ടിക്കി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാനിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നല്ലതുപോലെ ചൂടായോ എന്ന് അറിയാൻ വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുന്ന ആലു ടിക്കി മിക്സിൽ നിന്ന് ഒരു നുള്ളു നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. നമ്മളിട്ട് കറക്റ്റായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ആലു ടിക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടുതൽ കുത്തി നിറച്ചിട്ട് വറുക്കണ്ട. കൂടുതൽ കുത്തി നിറച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചൊക്കെ ഇടുമ്പോൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഒരു 3-4 എണ്ണം വെച്ചിട്ട് നമുക്ക് വറുത്തെടുക്കാം. ആലു ടിക്കി ഇട്ടതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം വറുത്തെടുക്കാനായിട്ട്. വറുക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ലോ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് വറുക്കാനായിട്ട്. എന്നാൽ മാത്രമേ ആലു ടിക്കിയുടെ പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടും അകമല്ല നല്ല പാകത്തിന് കുക്കായും കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഒരു സൈഡ് മൂത്ത് നല്ല പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് മൂത്ത് ക്രിസ്പി ആയതിന് ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ആലു ടിക്കിയുടെ 2 സൈഡ് മൂത്ത് ചെറിയ ബ്രൗൺ കളർ നല്ല ക്രിസ്പിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. ബാക്കിയുള്ള ആലു ടിക്കി നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം.
ഇപ്പോൾ നമ്മുടെ ആലു ടിക്കി എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടോടെ ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ ഗ്രീൻ ചട്നി എല്ലാം ചേർത്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഗ്രീൻ ചട്നിയുടെയും ടൊമാറ്റോ സോസിൻ്റെയൊക്കെ റെസിപ്പി നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവരും ആലു ടിക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.